ഏട്ടോ എടുത്തേക്കാ ഏട്ടോ നിങ്ങളോട് ചോദിച്ചേ ഇയാളെന്നൊന്നും ഉണ്ടാത്ത നിങ്ങൾ എന്ത് ധൈര്യത്തിലാ ഒരു പരിചയമില്ലാത്തവനെ ലിഫ്റ്റ് കൊടുക്കുന്നത്? ഇപ്പൊ ഒരുത്തനും വിശ്വസിക്കാൻ പറ്റാത്ത കാലാ. വയ്യിലിരിക്കുന്നവന്റെ കയ്യിൽ വല്ല കത്യാമറ്റുണ്ടെങ്കിൽ അന്നയും കുത്തി ഈ ചൈനും പേഴ്സടിച്ചോണ്ട് ഓനങ്ങ് പോകും. വണ്ടി ഓടിക്കുന്ന നിങ്ങൾക്കൊന്ന് എതിർക്കാൻ പോലും പറ്റൂല. സുബേർക്ക് പറഞ്ഞത് ശരിയാ. ഒരു പരിചയമില്ലാത്ത ഇയാളെ എന്തു വിശ്വസിച്ചിട്ടാ ഞാൻ ബൈക്ക് കയറ്റിയത്? മിക്കവാറും ഇയാളുടെ കയ്യിലുള്ളത് എന്നെ ആക്രമിക്കാനുള്ള ആയുധമായിരിക്കും. എന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാത്തത് ഞാനുമായുള്ള സംസാരം കൃത്യത്തിൽ നിന്നോ ഇയാളെ പിന്തിരിപ്പിക്കുമോ എന്ന പേടിയായിരിക്കും. വഴിമതിയെ ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് വെച്ചായിരിക്കും ഇയാളെന്നെ ആക്രമിക്കാൻ പോകുന്നത്. അവളവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ജീവനോടെ എനിക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയ വിധിയാ. അപരിചിതർക്ക് ലിഫ്റ്റ് കൊടുക്കുന്ന ഏതൊരാൾക്കും വന്നേക്കാവുന്ന വിധി. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. കുറെ കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തും. നിറകണ്ണുകളിലൂടെ അവ്യക്തമായ എന്റെ കാഴ്ചയിൽ ഞാൻ അയാളുടെ കൈകളിലേക്ക് നോക്കി. എന്നെ ഇത്രയും സമയം മുൾമുനയിൽ നിർത്തിയ ആ ആയുധം. പിന്നെ ഒരു നിറച്ചിരിയോടുകൂടി മാത്രമേ എനിക്ക് ആ കാഴ്ചയിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുള്ളൂ. എന്നെയും പ്രതീക്ഷിച്ച്